എടാ ആ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല. ഗായത്രി ദേവിയുടെ ആത്മാവ് വന്ന് നമ്മളെ ഉപദ്രവിക്കണമെങ്കിൽ അത് നേരത്തെ തന്നെ ആവാറുന്നില്ലേ? അവള് മരിച്ച് ഇത്ര നാളായിട്ടും അവളുടെ ആത്മാവ് ഒരു തരത്തിലും നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പാർവതി പറയുന്നത് പോലെ ആത്മാവും പ്രേതവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർണം എടുത്ത് ജാസ്മിന് കൊടുക്കുന്നതില് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ആ സ്വർണം വിശാല് തരുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? ചേച്ചിക്ക് പോലും തരാതെ അവനെടുത്ത് വെച്ചിരിക്കുന്ന സ്വർണ്ണമല്ലേ അത്? എടാ, അതുകൊണ്ടാണ് ജാസ്മിൻ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവസരം മുതലെടുത്ത് അത് ചോദിക്കാമെന്ന് ഉടനെ തന്നെ ഞാൻ തീരുമാനിച്ചതും പാർവതിയോട് ചോദിച്ചതും. ജാസ്മിന്റെ കല്യാണമല്ലേ, കല്യാണ ആവശ്യത്തിന് ചോദിക്കുമ്പോ വിശാലിനത് കൊടുക്കാതിരിക്കാൻ സാധിക്കുവോ? അവനത് കൊടുക്കും. ഇല്ലെങ്കിൽ ജാസ്മിനെ കൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴിപ്പിച്ച് ഞാനത് അവനെ കൊണ്ട് കൊടുപ്പിക്കും. അപ്പൊ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണങ്ങൾ മുഴുവൻ ജാസ്മിന്റെ കൈക്കലാവില്ലേ? അത് പിന്നെ അവളുടെ കസ്റ്റഡിയിലാവില്ലേ? എടാ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ജാസ്മിന്റെ കയ്യിൽ ആ സ്വർണം കിട്ടിയാൽ നമുക്കെന്താ പ്രയോജനം? പ്രതാപ, ആ സ്വർണം ജീവിതകാലം മുഴുവൻ ജാസ്മിൻ വെച്ച് അനുഭവിക്കുന്നതാണോ നീ കരുതുന്നത്? അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? അവൾക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ആ ആഭരണങ്ങൾ വിശാലിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് തന്നെ നമുക്ക് അടിച്ചു മാറ്റാനാ. മനസ്സിലായോ നിനക്ക്? ജാസ്മിൻ ആഭരണങ്ങൾ കല്യാണത്തിന് മാത്രമേ ഉപയോഗിക്കൂ. അത് കഴിഞ്ഞാ അത് നമ്മുടെ ലോക്കറിലിരിക്കും. ജാസ്മിൻ അത് തിരികെ തന്നില്ലെങ്കിലോ? വിശാലിന്റെ ഭാര്യയായി ഈ വീടിന്റെ മരുമകളായിട്ട് അവൾ മാറുമ്പോ ജാസ്മിന്റെ സ്വഭാവം മാറിയാലോ? വിശാലിനോട് അവൾ നമ്മളെ പറ്റി ഒറ്റിക്കൊടുത്താലോ? എങ്കിൽ അതവളുടെ വിധിയാ. ഗായത്രി ദേവിയെ പോലെ അവളുമായി സെത്താതെ ചാകും. അവളെയും കൊന്നു കുഴിച്ചു മുടിഞ്ഞ. പാർവതി, രാവിലെ എന്താ ഗഹനമായൊരു ആലോചന? ഇത് രാവിലെ തുടങ്ങിയ ചിന്തയല്ല ഗാർഗി, ഇന്നലെ മുതൽ തുടങ്ങിയതാ. എന്താ കാര്യം? എന്താ വിഷയം? നടക്കാൻ പോകുന്ന കാര്യങ്ങള് നീയും അറിഞ്ഞു കാണുമല്ലോ. ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കാൻ പറഞ്ഞ അതെങ്ങനെ സാധിക്കും? അതിനോട് എനിക്ക് യോജിപ്പില്ല. ദേവമ്മ വളരെ പവിത്രമായി അണിഞ്ഞിരുന്ന ആഭരണങ്ങളല്ലേ അത്? ആ ആഭരണങ്ങള് ജാസ്മിനെ പോലെ ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. അത് തന്നെയാ എൻ്റെ മാനസികാവസ്ഥ. ഞാൻ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാ. നീ ഇത് ബ്രോയോട് സംസാരിച്ചില്ലേ? എന്താ ബ്രോയുടെ അഭിപ്രായം? ഞാൻ സംസാരിച്ചു, പക്ഷേ വിശാൽ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബ്രോ എന്തു പറഞ്ഞു? പ്രഭാവതി അമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല, അതുകൊണ്ട് ആ ആഭരണങ്ങള് ജാസ്മിനെ കൊടുത്തേക്കാനാ സാറ് പറഞ്ഞത്. ബ്രോ അങ്ങനെ പറഞ്ഞോ? അത് അതിശയായിരിക്കുന്നല്ലോ. വിശാൽ സാർ ഇത് പറയൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഒരു കാര്യം കൂടി വിശാൽ സാർ പറഞ്ഞു. അത് ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കുന്നതിലുള്ള എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞതാവണം. ജാസ്മിന് കൊടുക്കുന്ന ദേവമ്മയുടെ ആഭരണങ്ങള് വിവാഹം കഴിഞ്ഞ് ജാസ്മിനിൽ നിന്നും തിരികെ വാങ്ങണമെന്ന്. നന്നായി. ഇത്രയും വിലയേറിയ ആഭരണങ്ങള് ജാസ്മിന്റെ കൈ കിട്ടിയ അവളത് തിരികെ തരുമെന്ന് തോന്നുന്നുണ്ടോ? കൊടുത്തത് തന്നെയാ. അവള് ഗായത്രിയമ്മയുടെ ആഭരണങ്ങള് എന്നേക്കുമായിട്ട് സ്വന്തമാക്കി വെക്കും. പിന്നെ അവളോട് ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്കറിയാവുന്നതുകൊണ്ടാ.
വിശാൽ സാറിനോട് പറഞ്ഞ് പ്രഭാവതി അമ്മയുടെയും ജാസ്മിന്റെയും നീക്കങ്ങൾ തടയാൻ നോക്കിയത്. പക്ഷെ ആ ശ്രമം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ പ്രഭാവതി അമ്മയ്ക്ക് തിരികെ കൊടുത്തപ്പോ അന്ന് അതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളാ വിശാൽ സാറ്. ആ വിശാൽ സാറ് ഇപ്പൊ എന്തുകൊണ്ടാ ആഭരണങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാൻ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി, ബ്രോ ഒന്നും കാണാതെ പെരുമാറുന്ന ആളല്ല. എന്നാലും എന്താണ് വിശാൽ സാറ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? എങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു. പാർവതി ഇത് ബ്രോയോട് ചോദിച്ചോ? ഇല്ല, ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. വിശാൽ സാറ് പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി. ഏതായാലും ബ്രോ മനസ്സറിഞ്ഞ് അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. ദേവമ്മയുടെ ആഭരണങ്ങള് ഒരു നിമിഷം പോലും ജാസ്മിൻ അണിയാൻ പാടില്ല. അതാ എന്റെ വാശി. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ആലോചിക്കാം. ആദ്യം വിവാഹം ക്ഷണിക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. വിവാഹം ജാസ്മിന്റെ ആണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ വിളിക്കണം. അല്ല, ഒരാഴ്ചക്കുള്ളില് നടത്തുമ്പോ എല്ലാരെയും ക്ഷണിക്കണ്ടേ നമ്മള്? എല്ലാരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ സാധിക്കില്ല. അത് സാരമില്ല, കഴിയുന്നത്ര പേരെ നമുക്ക് നേരിട്ട് കണ്ട് ക്ഷണിക്കാം. ബാക്കിയുള്ളവരെ ഫോണിലൂടെ വിളിക്കാം. അത് മതി. പാർവതി, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നിനക്ക് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ? ക്ഷണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി അവരെ ക്ഷണിക്കാം. ഞാൻ ആരെ ക്ഷണിക്കാനാ? കല്യാണം എന്തായി തീരുമെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമില്ല. അങ്ങനെയുള്ള വിവാഹത്തിന് എനിക്കെങ്ങനെ സന്തോഷത്തോടെ മറ്റുള്ളവരെ ക്ഷണിക്കാനാവും? വേണ്ട, ആരെയും ക്ഷണിക്കണ്ട. ഇപ്പൊ പ്രശ്നം ആ സ്വർണ്ണാഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാതിരിക്കുന്നതാണ്. അതെങ്ങനെ കൊടുക്കാതിരിക്കാം? ഒരു മാർഗവും കാണുന്നില്ലല്ലോ. ഇനി അതേക്കുറിച്ച് വിശാൽ സാറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കല്യാണം ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്ലാൻ ചെയ്യണം. പാർവതി, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നടത്തി കൊടുക്കുന്ന വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ പറ്റി ആരും പിന്നീട് ഒരു കുറവും പറയരുത്. അത് നമുക്ക് മോശം. അതെങ്ങനെ മോശമാവും? ജാസ്മിന്റെ ഫാമിലിയും അവളുടെ വിവാഹം നടത്താനായി പങ്കുചേരില്ലേ? ജാസ്മിന്റെ അച്ഛൻ ഏതായാലും അവളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്ന ഉറപ്പാ. ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുള്ള കുടുംബം. ആ ഫാമിലിയിൽ കെട്ടിച്ചയക്കാൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിശ്ചയമായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും ഒരു കല്യാണ മാമാകം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മള് കൂടി ചേരുമ്പോ മാരേജ് ഗ്രാൻഡ് ആകും. പാർവതി, ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളുടെ കാര്യം. നീ അതിങ്ങ് എടുത്തിട്ട് വരൂ. അതിപ്പോ തന്നെ നമുക്ക് ജാസ്മിന് കൊടുത്തേക്കാം. വിശാൽ, ജാസ്മിന്റെ കല്യാണത്തോടനുബന്ധിച്ച് മോന്റെ അമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങള് ഞാൻ ജാസ്മിന് കൊടുക്കാമെന്ന് വെച്ചു.
ഇന്നലെ ഞാനത് പാർവതിയോട് പറഞ്ഞിരുന്നു. രാത്രി തന്നെ പാർവതി അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. ഉം. എന്നാ പിന്നെ ആഭരണം കൈമാറുന്ന ചടങ്ങ് നടത്തിയേക്കാം അല്ലേ വിശാൽ? അതിനെന്താ, ആയിക്കോട്ടെ. ഇവൻ എന്താ ഇതിനെ എതിർക്കാത്തെ? സാധാരണ ഗായത്രിയുടെ ആഭരണങ്ങൾ അന്യർക്ക് കൊടുക്കാൻ ഇവൻ സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോ സ്വപ്നത്തിൽ വന്ന് കണ്ടതുപോലെ ഗായത്രിയുടെ ആത്മാവ് ഞങ്ങളെ വന്ന് പിടിക്കട്ടെ എന്ന് കരുതിയാണോ ഇവൻ മിണ്ടാതിരിക്കുന്നത്? ആ പാർവതി, നീ ചെന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. പാർവതി, ചേച്ചി പറഞ്ഞത് നീ കേട്ടില്ലേ? അല്ല, ദേവമ്മയുടെ ആഭരണങ്ങള് അത് അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞില്ലേ, അതിന്റെ പവിത്രത അതൊന്നും ആലോചിച്ച് നോക്കിയിട്ട്. ഒന്നും ആലോചിക്കാനില്ല. വിശാലില്ലാത്ത ആ പ്രശ്നം നിനക്കെന്തിനാ? നീ ഞാൻ പറഞ്ഞത് ചെയ്യ്. പോയി ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. വിശാൽ സർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാർവതി, ആദ്യം ജാസ്മിന്റെ വിവാഹം നടക്കട്ടെ, നീ ചെല്ല്. ചെല്ല് പാർവതി. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നൊന്നും നല്ലതായി എനിക്ക് തോന്നുന്നില്ല. ദേവമ്മയുടെ ആഭരണങ്ങൾ വളരെ പവിത്രമാണ്. അത് ജാസ്മിനെ പോലൊരു അസുര ജന്മത്തെ അണിയിക്കാന്ന് വെച്ചാ അത് എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിനെ അണിയിക്കാൻ പാടില്ലെന്ന് വിശാൽ സാറിന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ചേർന്ന് ആഭരണം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അത് പറ്റില്ലെന്ന് പറയാൻ എനിക്കാവില്ലല്ലോ. ഉദയനൂരമ്മ, ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിൻ്റെ കൈകളിലെത്താതെ നീ കാക്കണം. പാർവതി, എന്താ ഗാർഗി, അവിടെ എല്ലാവരുടെയും ക്ഷമ നശിച്ചോ? നീ എന്ത് ചെയ്യാൻ പോവാ? ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ എടുത്ത് ജാസ്മിന് കൊടുക്കാൻ പോവാണോ? സത്യം പറയാലോ ഗാർഗി, എനിക്ക് ഈ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കുന്നതിനോട് തീരെ ഇഷ്ടമില്ല. അത് ഈ ആഭരണങ്ങൾ മുഴുവൻ എൻ്റെതായി സൂക്ഷിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇതൊന്നും തന്നെ എനിക്ക് വേണ്ട. പക്ഷെ ഇതൊരിക്കലും അർഹിക്കാത്ത ഒരാളുടെ കയ്യിൽ ചെന്ന് ചേരരുത്. ഈ ആഭരണങ്ങൾ അണിയാൻ എന്ത് യോഗ്യതയാ ജാസ്മിനുള്ളത്? ഇത് ജാസ്മിൻ അണിയാൻ പാടില്ല. അവൾ ഇത് സ്വന്താക്കാനും പാടില്ല. എന്റെ മനസ്സിൽ അതേ ഉള്ളൂ. ഞാനും ഇത് പറയാൻ തന്നെയാ വന്നത്. ഈ ആഭരണങ്ങളൊന്നും ജാസ്മിന് കൊടുക്കരുത് പാർവതി. പക്ഷെ എങ്ങനെ ഇത് കൊടുക്കാതിരിക്കും? ഇത് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? സാറിന് ഇക്കാര്യത്തിൽ എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് സാറിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട്
എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗാർഗി. മാത്രമല്ല ഇപ്പൊ എല്ലാവരും അവിടെ ആഭരണങ്ങൾ ഞാൻ കൊണ്ടു ചെല്ലുന്നതും കാത്തു നിൽക്കുക. ഈ നേരത്ത് ഇനി എന്ത് ചെയ്യാനാവും? ഈ ആഭരണങ്ങളെ ജാസ്മിൻ അണിയില്ല. നീ ഇതെന്തർത്ഥത്തിലാ പറയുന്നേ? ജാസ്മിൻ അണിയില്ല എന്ന് വെച്ചാ അണിയില്ല, അത്ര തന്നെ. ഗാർഗി, നിന്റെ മനസ്സിൽ എന്താ? നീ അത് പറ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരാം. എങ്ങനെ? പറയാം. എങ്ങനുണ്ട്? നീ ആണ് കൊള്ളാലോ ഗാർഗി. എന്താ ഈ ഐഡിയ വർക്കൗട്ട് ആവില്ലേ? സ്വർണവും മോഹിച്ചു നിൽക്കുന്ന പാവം ജാസ്മിൻ ഇന്നിത് കിട്ടാതെ നിരാശപ്പെടും. എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൾ പോയിട്ട് കുറച്ച് സമയമായല്ലോ. എന്താ അവളെ കാണാത്തെ? അവൾ അവസാനമായിട്ട് അതൊക്കെ ഒന്ന് കാണുകയായിരിക്കും. ഇനി അതിനുള്ള അവകാശം നിനക്കല്ലേ? ഇന്നത്തേക്ക് ശേഷം ആ ആഭരണങ്ങളൊന്ന് കാണുമെങ്കിൽ തന്നെ നീ കനിയണ്ടേ? ഉണ്ടായിരിക്കും. വിശാലെ, പാർവതി വിളിക്ക്. മുറി ആഭരണം എടുത്തോണ്ട് വരാൻ പറ. എന്താ എത്ര താമസം? ഞാനിപ്പോ വിളിക്കാം. എന്താ പറ്റിയേ? ഗാർഗി, എന്താ ഗാർഗി, എന്താ പറ്റിയത്? അവിടെ ഞാൻ അവിടെ ഗായത്രിയമ്മയുടെ ആത്മാവിനെ കണ്ടു. ഗാർഗി, അമ്മേ നീയും കണ്ടോ? ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ നീ കണ്ടെന്നോ? ഞാൻ കണ്ടു. ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ നീ എവിടെ കണ്ടേ? മോളില് പ്രഭാവതി അമ്മയുടെ റൂമിന്റെ അരികില്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ കണ്ട സ്വപ്നം നടക്കൂ. ഗായത്രി ദേവി നമ്മളെ കൊല്ലൂ. അമ്മേ നീ മാത്രമാണോ കണ്ടത്, അതോ പാർവതിയും കണ്ടോ? പാർവതിയും കണ്ടു. എന്നിട്ട് ഞങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടേ അമ്മ പോയി. അമ്മ എന്താ പറഞ്ഞത്? അമ്മ എന്നെ പാർവതി ശാസിച്ചു. ആരുടെ അനുവാദത്തില് അമ്മയുടെ ആഭരണങ്ങൾ കൈമാറാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ച് അമ്മ ഞങ്ങളോട് കയർത്തു. എന്നിട്ട് അമ്മയുടെ ആഭരണങ്ങള് ആരും തൊട്ടു പോവരുതെന്ന് അമ്മ കർശനായിട്ട് പറഞ്ഞു. അത് കേട്ട് ഞാനും പാർവതി പേടിച്ചു പോയി. അമ്മ വീണ്ടും ബ്രോയുടെ മകളെ ജനിക്കാൻ പോവാണെന്ന്. അങ്ങനെ പുനർജനിക്കുമ്പോ ആ ആഭരണങ്ങള് അമ്മയ്ക്ക് ധരിക്കണോന്ന്. അതുവരേക്കും അതിലാരും സ്പർശിക്കാൻ പാടില്ല. ഇത് അമ്മയുടെ ആജ്ഞയാ. അമ്മ ഞങ്ങളുടെ മകളായിട്ട് പുനർജനിക്കുമെന്ന് പറഞ്ഞോ ഗാർഗി?
പറഞ്ഞു ബ്രോ. അപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഫലിക്കുമല്ലേ? ബ്രോ എന്താ സ്വപ്നത്തിൽ കണ്ടത്? അമ്മ ഞങ്ങളുടെ മകളായിട്ട് ജനിക്കുന്നതാണ് ഞാൻ കണ്ടത്. അമ്മ അത് നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് അത് യാഥാർത്ഥ്യമാവും. അല്ല ബ്രോ, അമ്മ ആഭരണത്തെ തൊടരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനോ പാർവതിയോ ഇനി അതിൽ തൊടില്ല. അല്ല ഞാനത് വേണ്ട, ആരും ഇനി അതിൽ തൊടാൻ പാടില്ല. അമ്മയ്ക്ക് അനിഷ്ടം തോന്നുന്ന ഒന്നും ആരും ഇവിടെ ചെയ്യാൻ പാടില്ല. യാസ്മിനും അമ്മയും ക്ഷമിക്കണം. കേട്ടല്ലോ ഗാർഗി പറഞ്ഞത്. എന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ആ ആഭരണം എനിക്ക് തരാനാവില്ല. ഇനി ഇതിന്റെ പേരിൽ എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. അല്ല, ഇനിയിപ്പോ തോന്നിയിട്ടും കാര്യമൊന്നുമില്ല. ആന്റി നിനക്കതിനുള്ള വിധിയില്ല മോളെ.